ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നും ഇമേജസോ ഡോക്യുമെൻസോ ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോർമലായി ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലായിരിക്കും വന്ന് സേവ് ആകുന്നത്. ഇങ്ങനെ ഡൗൺലോഡ്സിലല്ലാതെ നമുക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും ലൊക്കേഷനിൽ, അതായത് ഡെസ്ക്ടോപ്പിലോ മറ്റോ സേവ് ചെയ്യണമെങ്കിലോ, അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കണമെങ്കിലോ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് കൊടുക്കുന്നത് എന്നതാണ് ഇന്ന് നോക്കാനായി പോകുന്നത്. ഇപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ അതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുന്നത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കാണാം. ഡൗൺലോഡ്സിലാണ് ഇത് വന്നു കിടക്കുന്നത്. പിന്നീട് ഒരു സമയത്ത് നമുക്ക് ഈ ഡോക്യുമെൻ്റ് കാണണമെങ്കിലും ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്താണ് നമുക്കിത് വീണ്ടും എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഡെസ്ക്ടോപ്പിലേക്ക് ഇത് വന്ന് സേവ് ആകത്തക്ക വിധത്തിൽ ഒന്ന് സെറ്റ് ചെയ്യുക. അതിനായി ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഈ 3 ഡോട്ട്സിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ ലൊക്കേഷൻ ഡൗൺലോഡ്സ് ആണ് ഇവിടെ ഡിഫോൾട്ടായി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഡൗൺലോഡ്സിൽ തന്നെ വന്ന് സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ചേഞ്ച് സെലക്ട് ചെയ്തുകൊണ്ട് മാറ്റി കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സെലക്ട് ഫോൾഡർ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ചേഞ്ച് ആയി, ഡെസ്ക്ടോപ്പായി. ഇനി നമുക്ക് നേരത്തെ കണ്ട വിൻഡോയിലേക്ക് പോകാം. ഒന്നുകൂടി നമുക്ക് ആ ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിവിടെ ഡെസ്ക്ടോപ്പിൽ വന്ന് സേവ് ആവുകയും ചെയ്തു. നമുക്കിവിടെ നിന്നും ഓപ്പൺ ചെയ്യാം. ഇനി അടുത്തത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ഫയൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ വിൻഡോ ഓപ്പൺ ചെയ്ത് വരത്തക്ക വിധത്തിൽ സെറ്റ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ഇതേപോലെ ഈ 3 ഡോട്ട്സ് സെലക്ട് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോയി ഡൗൺലോഡ്സ് സെലക്ട് ചെയ്ത് ഇവിടെ ആസ്ക് വെയർ ടു സേവ് ഈച്ച് ഫയൽ ബിഫോർ ഡൗൺലോഡിങ് അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓഫ് പൊസിഷനിൽ കിടക്കുകയാണ്. ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഓൺ ആകും. ഇനി നമുക്ക് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വിൻഡോ ഓപ്പൺ ആയി വന്നു. നമ്മളിത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡോക്യുമെൻറ്റ്സിൽ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വീണ്ടും ഡെസ്ക്ടോപ്പിൽ തന്നെ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡോക്യുമെൻറ്റ്സിനകത്ത് തന്നെ പുതിയൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്താണ് ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സെലക്ട് ചെയ്ത് ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. പിന്നീട് സേവ് സെലക്ട് ചെയ്യുക. അതല്ല പുതിയ ഫോൾഡറിലല്ല, വെറുതെ ഡോക്യുമെൻറ്റ്സിൽ തന്നെ ഇവിടെ എവിടെയെങ്കിലും സേവ് ആയാൽ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് സേവ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് സേവ് കൊടുത്തിരുന്നെങ്കിൽ ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തായിരുന്നേനെ സേവ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഐറ്റംസ് നമുക്കിഷ്ടമുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.